പ്രൊഫസർ റോണി കെ ബേബി, ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതും ഇവിടെ നിന്നും പലസ്തീനിലേക്ക് പോയി. നോക്കൂ, ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിലേക്ക് ഇരുളിൻ്റെ മറവ് പറ്റി ഒരു സംഘം തീവ്രവാദികൾ കടന്നു കയറുന്നു. അവിടെ അക്രമം അഴിച്ചുവിടുന്നു. അവിടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം വേട്ടയാടുന്നു. അവിടെ നിരത്തി കൂട്ടക്കൊല നടത്തുന്നു. സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു, മാനഭംഗം ചെയ്യുന്നു, ബന്ദികളാക്കുന്നു. ഇതേ തുടർന്ന് സ്വാഭാവികമായും ഏത് സ്വാഭിമാനമുള്ള രാഷ്ട്രവും ചെയ്യുന്നത് പോലെ തന്നെ ഇസ്രായേൽ തിരിച്ചടിച്ചു. ഈ തീവ്രവാദ ആക്രമണങ്ങളെ അപ്പാടെ മറന്നിട്ട് പലസ്തീൻ എന്നും ഗാസ എന്നും നിലവിളിച്ച ആ ശബ്ദം, ആ മുഴക്കം, ആ പ്രക്ഷോഭം, ആ റാലികൾ എവിടെ പ്രൊഫസർ റോണി കെ ബേബി? അതോ വാചക കസർത്ത് മാത്രം മതിയോ? അതും വളരെ പൊതിഞ്ഞ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് ഹിന്ദു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഗാസയിൽ വീണ കണ്ണീർ, പലസ്തീനെ ചൊല്ലി ഒഴുക്കിയ കണ്ണീർ, ഒരിക്കൽ കൂടി ഓർക്കുക, പലസ്തീനെതിരെ ആയിരുന്നില്ല ആക്രമണം. ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിന് നേരെ, ഭീകരവാദ സംഘത്തിന് നേരെയായിരുന്നു തിരിച്ചടി. ആക്രമണവുമല്ല, ഭീകരവാദത്തിനുള്ള തിരിച്ചടി. പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് പരിശോധിച്ചാൽ, കാരണം ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഞങ്ങള് തീവ്രവാദത്തെ, അത് ഭൂരിപക്ഷ തീവ്രവാദമാണെങ്കിലും ശരി, ന്യൂനപക്ഷ തീവ്രവാദമാണെങ്കിലും ശരി, അതിനെ അതിശക്തമായ ഭാഷയിൽ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ഉപലപിച്ചിട്ടുണ്ട്. കാരണം അത് അവിടെ ഇസ്രായേൽ നടന്ന തീവ്രവാദ ആക്രമണ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇസ്രായേല് തിരിച്ച് ഈ പറയുന്ന ഹമാസിന് എതിരെ നടത്തിയ ആക്രമണമാണെങ്കിലും ശരി, അതിന്റെ പേരിൽ നിരപരാധികൾ, ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. കാരണം അവിടെ ഒരു നിരപരാധിയുടെ പോലും കണ്ണീരോ അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടാനായിട്ട് പാടില്ല. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ അത് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില അജണ്ടകളുടെയൊക്കെ ഭാഗമായി മാറുക. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അങ്ങ് ചോദിച്ച ചോദ്യം, കാരണം അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല വേട്ടയാടപ്പെടുന്നത്, അവിടുത്തെ മതന്യൂനപക്ഷങ്ങള് എല്ലാവരെയും കൃത്യമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ ഹിന്ദുമത വിശ്വാസികളുണ്ട്, കാരണം അവിടുത്തെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷം ഹിന്ദുമത വിശ്വാസികളായതുകൊണ്ട് അവർക്കെതിരെയുള്ള ആക്രമണം കൂടുതലാണ്. അപ്പോൾ ഹിന്ദുമത വിശ്വാസികൾക്കൊപ്പം ക്രിസ്തീയ മതവിശ്വാസികൾക്കെതിരെ, അതുപോലെ ബുദ്ധമത വിശ്വാസികൾക്കെതിരെ, അതുപോലെ തന്നെ നമുക്കറിയാം ഭൂരിപക്ഷ ഇസ്ലാം മത വിശ്വാസത്തെ അംഗീകരിക്കാത്ത ന്യൂനപക്ഷ ഇസ്ലാമിക വിശ്വാസികൾ അവിടെയുണ്ട്. ആ വിഭാഗങ്ങളെയും അവിടെ അടിച്ചമർത്തപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ മതന്യൂനപക്ഷങ്ങളും ഇപ്പൊ നമുക്കറിയാം. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ചിന്മയ് കൃഷ്ണദാസ്, അദ്ദേഹം സംവിധോ സനാഹദിനി ജഹോദർ ജാഥെ എന്ന് പറയുന്ന ഒരു അംബ്രല്ല ഓർഗനൈസേഷന്റെ വക്താവാണ്. ആ അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ബംഗ്ലാദേശിലുള്ള മുഴുവൻ മതന്യൂനപക്ഷങ്ങളുമുണ്ട്. ഇതിനകത്ത് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധമത വിശ്വാസികളുണ്ട്, അഹമ്മദീയരുണ്ട്, മറ്റ് നിരവധിയായിട്ടുള്ള മുസ്ലിം മൈനോറിറ്റി വിഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാത്തരമുള്ള മൈനോറിറ്റി വിഭാഗങ്ങളുടെയും ഔദ്യോഗിക സംഘടനയുടെ പൊതുവേദിയുടെ വക്താവാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി തന്നെ പറയുന്നത് അവിടെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ അവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ, കാരണം അതിനെ അതിശക്തമായ ഭാഷയിൽ എന്തൊക്കെ ഗവൺമെന്റ് ചെയ്യാമോ അതെല്ലാം അവിടുത്തെ ആ ഭരണകൂടം ചെയ്യണം. കാരണം 71 നമ്മുടെ മുമ്പിലുണ്ട്. 1971 എങ്ങനെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ ഇപ്പോൾ വളരെ നന്ദിയോടുകൂടി തന്നെ ഞാൻ ഓർക്കുക. അന്ന് പ്രതിപക്ഷ നേതാവ് അടൽ ബിഹാരി വാജ്പേയി ഒക്കെ അന്ന് ഇന്ദിരാഗാന്ധിക്ക് നൽകിയ പിന്തുണ, കോൺഗ്രസ് നൽകിയ പിന്തുണ, കാരണം നമ്മൾ അവിടെ ഇടപെട്ടു. ഒരു നിമിഷം പ്രൊഫസർ റോണി കെ ബേബി, അവിടെ വളരെ കൃത്യമായ ഒരു പോയിന്റാണ് അങ്ങ് പറഞ്ഞത്. അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരാഗാന്ധിക്ക് അന്നത്തെ കോൺഗ്രസിന് നൽകിയ പിന്തുണ അങ്ങ് പറഞ്ഞ വാക്കുകളാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്, ചരിത്രത്തിൽ മുഴങ്ങിക്കേട്ട വാക്കുകളാണ് അടൽ ബിഹാരി വാജ്പേയിജിയുടേത് ഐക്യരാഷ്ട്ര സംഘടനയിൽ. ഇന്നലെ കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് തൊട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം താങ്കളുടെ നേതാവ് രാഹുൽ വിദേശ രാജ്യങ്ങളിൽ പോയി ചെയ്തത് എന്താണ്? താങ്കളുടെ നേതാവ് രാഹുൽ യൂറോപ്പിലും US-ലും സന്ദർശനം നടത്തിയപ്പോൾ അവിടെ സംസാരിച്ചത് എന്താണ്? അവിടെ സംസാരിച്ചത് ഭാരത സർക്കാരിനെതിരാണ്. അവിടെ സംസാരിച്ചത് ഇവിടെ 4 വോട്ട് കിട്ടാനായി ഭാരത സർക്കാരിനെതിരായിട്ടാണ്. ആ പാരമ്പര്യം, ആ സംസ്കാരം, ആ പിന്തുടർച്ച എന്തുകൊണ്ട്? അതല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് അടൽ ബിഹാരി വാജ്പേയി നൽകിയെന്ന് പറയുന്ന പിന്തുണ ഭാരത സർക്കാരിന് നൽകാൻ, ഭാരതത്തിന് നൽകാൻ ഇന്നത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, വിധ്വംസക ശക്തികളുമായി, ഞാൻ ഒന്നൊന്നായി പേരെടുത്ത് പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് സംഘങ്ങൾ, ഒരുപാട് കോടീശ്വരന്മാർ പണം മുടക്കുന്നുണ്ട്, പണം വാരിയെറിയുന്നുണ്ട്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വരെ സ്വാധീനിക്കാൻ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണങ്ങൾ നടക്കുകയാണ്.
വിദേശ ഫണ്ടിങ്ങിന്റെ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് നടത്തിയ ആ പ്രഹസനത്തിന്റെ പേരിൽ ഭാരതത്തെ വെട്ടിമുറിക്കാൻ വലിയ സെമിനാറുകൾ നടത്തി. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് എന്താണ്? 4 ലക്ഷത്തോളം രൂപ, 4 ലക്ഷത്തോളം ഡോളർ കാനഡയിൽ നിന്ന് സ്വീകരിച്ചത് വിദേശകാര്യ മന്ത്രാലയം അറിയാതെ, യാതൊരു ക്ലിയറൻസും ഇല്ലാതെ വിദേശ പണം കൈപ്പറ്റി രാഷ്ട്രത്തിനകത്ത് രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുകയും രാഷ്ട്രത്തിന് പുറത്തു പോയി രാഷ്ട്രവിരുദ്ധമായ ശക്തികളോടൊപ്പം ചേർന്ന് ഭാരത സർക്കാരിനെതിരെ, എന്താണ് കാരണം? തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ വൈരാഗ്യം, അതല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള കുറുക്കുവഴി. അങ്ങ് അതേക്കുറിച്ച് കൂടി പറയണം പ്രൊഫസർ റോണി കെ ബേബി. ശരി പ്രദീപ്, ഞാൻ പോസിറ്റീവായി പറഞ്ഞൊരു കാര്യത്തെ അങ്ങ് വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് മാറ്റി. കാരണം രാജ്യം നേരിടുന്ന വിഷയങ്ങൾ, കാരണം നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മോദി സർക്കാരിനെ കണ്ണടച്ച് പിന്തുണയ്ക്കാനുള്ള ഉത്തരവാദിത്വം, ബാധ്യത പ്രതിപക്ഷത്തിനില്ല. അതിനുവേണ്ടിയല്ല ഈ രാജ്യത്തെ ജനങ്ങള് പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഞങ്ങളെയും വോട്ട് ചെയ്ത് 100 എംപിമാരെ ലോക്സഭയിലേക്ക് അയച്ചിരിക്കുന്നത്. ഗവൺമെന്റിന് ആവശ്യമായ ഘട്ടങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഇത് ഞാൻ വായിക്കാം. ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, അദ്ദേഹം എക്സിൽ കുറിച്ച വാദം ഞാൻ വായിക്കാം. അപ്രീഷിയേറ്റ് ദ യുനാനിമസ് സപ്പോർട്ട് is given and the understanding given by Indian National Congress and opposition parties that was extended to this issue. പറഞ്ഞതാരാ? ജയശങ്കർ. കാരണം എന്താ? ഈ ബംഗ്ലാദേശിന്റെ വിഷയത്തില് ഞങ്ങൾ അങ്ങനെയുള്ള പോസിറ്റീവ് വിഷയങ്ങളില് ഈ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങള്, അത് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഉള്ള വിഷയങ്ങൾ നിങ്ങൾ നേരിടുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കൃത്യമായി നിലപാടെടുക്കും. അല്ലാതെ നിങ്ങൾ മോദി സർക്കാരും ഈ പറയുന്ന അദാനിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിനെ അന്ധമായി പിന്തുണയ്ക്കുവാനോ, അങ്ങനെ അമേരിക്കയിൽ പോയി അദാനി നടത്തിയ കള്ളക്കച്ചവടത്തിന് മോദി സർക്കാരിനെ പിന്തുണയ്ക്കുവാനോ നിങ്ങളുടെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്ക് ചോദിക്കട്ടെ. ഇവിടെ ഈ ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾ വേട്ടാടപ്പെടുന്നത് പോലെ തന്നെയാണല്ലോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മണിപ്പൂർ എന്നൊരു പ്രദേശമുണ്ടല്ലോ. ഈ മണിപ്പൂരിനെ കുറിച്ച് ജനൻ ടി വി ഏതൊരു ചർച്ച നടത്തിയിട്ടുണ്ടോ? ഈ ബംഗ്ലാദേശിൽ എങ്ങനെയാണോ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ മണിപ്പൂരിൽ. ഇതറിയാത്ത മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? പ്രൊഫസർ റോണി കെ ബേബി, മണിപ്പൂർ നമുക്ക് ചർച്ച ചെയ്യാം മറ്റൊരു വേദിയിൽ. മണിപ്പൂരിൽ എന്താണ് നടന്നത് എന്ന് അറിയാതെ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയരുത്. ഇവിടെ ഇരുന്ന് അന്ധനാനയെ കണ്ട പോലെ മണിപ്പൂരിനെ കുറിച്ച് അങ്ങ് സംസാരിക്കണ്ട. മണിപ്പൂർ വേണമെങ്കിൽ മണിപ്പൂരിൽ പോയിട്ടുള്ളവരെ കൊണ്ടിരുത്തി നമുക്ക് സംസാരിക്കാം. ചങ്കൂറ്റമുണ്ടോ അങ്ങേക്ക്? നമുക്ക് ഇരിക്കാൻ സംസാരിക്കാം. അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ സുരേഷ് ബാബു, മണിപ്പൂരിനെ കുറിച്ചല്ല ചർച്ച. മണിപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു ഭയവുമില്ല. പക്ഷെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി എന്താണ് മണിപ്പൂരിൽ നടന്നത്? ഗോത്രങ്ങൾ തമ്മിലുള്ള പരമ്പരാഗത വൈരമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ബി.ജെ.പി. മണിപ്പൂരിൽ ന്യൂനപക്ഷ വേട്ട നടത്തുന്നു എന്നാണ്. നിങ്ങളുടെ സർക്കാരിന്റെ കാലത്തല്ലേ അവിടെ തീവ്രവാദികൾക്ക് ക്യാമ്പ് തുറന്നു കൊടുത്തിട്ട് അവർ ആയുധത്തോടു കൂടി അവരൊക്കെ അവിടെ താമസിക്കാൻ ഇടം കൊടുത്തത്? നിങ്ങൾ എന്തുകൊണ്ട് ആയുധങ്ങൾ പിടിച്ചെടുത്തില്ല? അപ്പൊ അങ്ങനെ വിഷയത്തിൽ നിന്ന് മാറി മണിപ്പൂരിലേക്ക് കൊണ്ടുപോകണ്ട. മണിപ്പൂർ ചർച്ച ചെയ്യാം, പക്ഷെ മണിപ്പൂർ അറിയുന്ന വിദഗ്ധരോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യാനാണ് എൻ്റെ വെല്ലുവിളി. പ്രൊഫസർ റോണി കെ ബേബി എൻ്റെ ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നില്ല. ഗാസ എന്ന് പറഞ്ഞൊഴുക്കിയ കണ്ണീരിനൊപ്പം എത്തുന്നില്ല. ഗാസ എന്ന് പറഞ്ഞ കണ്ണീരിനൊപ്പം എത്തുന്നില്ലല്ലോ സാർ. കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നു. അങ്ങ് സുരേഷ് ബാബുവിന്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ചോദ്യം അങ്ങോട്ടായിരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് പ്രതികരിക്കരുത്. അങ്ങ് പറയുന്നത് ഞാൻ ഇതിനെ കുറിച്ച് ഒരൊറ്റ വാദം മാത്രം പറഞ്ഞു. അങ്ങയിലേക്ക് വരാം.